പിന്നെ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഞാനിത് എവിടേക്കാണ് പോകുന്നതെന്ന്. ഗൂഗിളൊന്നും ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. കാരണം നല്ല രസം അവിടെ കൂടി ഇങ്ങനെ നടക്കാൻ. മാത്രമല്ല ഇതൊരു ഡേ 1 അല്ലേ, നമുക്ക് ബാക്കിയുള്ള ദിവസമൊക്കെ എന്തെന്നാ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം. തോന്നിയ വഴി കൂടി ഇങ്ങനെ നടക്കുക, എല്ലാം ഇങ്ങനെ കാണുക, ആസ്വദിക്കുക. നമ്മളെ താരം. ഇതിനെ മുകളിൽ ശരിക്കും കയറാൻ പറ്റും, പക്ഷേ നല്ല ടിക്കറ്റ് റേറ്റ് ആണെന്ന് തോന്നുന്നു. ബട്ട് വൺ ഡേ നമുക്ക് എന്തായാലും കയറാം. ഡോണ്ട് വറി. കാരണം എന്താ പറയുക, ഇതിനൊക്കെയാണല്ലോ ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ബട്ട് അതെപ്പം എന്നുള്ളത് അറിയില്ല. അത്യാവശ്യം നിങ്ങളെ സപ്പോർട്ടൊക്കെ കിട്ടി ഞാൻ കുറച്ചൊന്ന് എന്താ പറയുക റിച്ചൊക്കെ ആവട്ടെ. അപ്പോൾ നമുക്ക് ഇതല്ല, ഇതിൻ്റെ അപ്പുറം വരെ ചാടിക്കടക്കാം. ആക്ച്വലി ഇതിങ്ങനെ കണ്ടുകൊടുക്കാൻ തന്നെ നല്ല ഭംഗിയാണ്. പക്ഷെ ഇതിപ്പോൾ ഞാൻ എവിടെയൊക്കെ നടന്നു വന്നതെന്ന് എനിക്ക് വലിയ ഒരു ഐഡിയ ഒന്നുമില്ല. ഇവിടെ അയ്യൻ്റെ മോനെ നല്ല മഴയ്ക്കുള്ള ചാൻസും ഉണ്ട്. മഴ എങ്ങാനും പെയ്താലും ഞാൻ മൂകഭംഗം അവസ്ഥയായിരിക്കും. കാരണം എന്താ പറയുക, കുടയില്ല, ഒന്നുമില്ല, എവിടെയെങ്കിലും ചാടിക്കാറുണ്ട്. പക്ഷെ വലിയ മഴയൊന്നുമില്ല ഇവിടുത്തെ മഴ എന്ന് പറഞ്ഞാൽ. എന്താ പറയുക, അത്യാവശ്യം ഒരു ചാറ്റൽ മഴയാണ്. വലിയ ടൈപ്പ് അങ്ങനെ വലിയ ഭയങ്കര എന്താ പറയുക ഹെവി റെയിൻ അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് മഴ നനയുന്ന അത്ര ഇഷ്ടമില്ല. മറ്റിതിൽ പറയുന്ന പോലെ ഹൗ ക്യാൻ സമ്മൺ ഹേറ്റ് റെയിൻ. ഓഫ്, അത് പക്കായിരുന്നു ഒരു സാധനം. ഇപ്പോൾ പോയ നമ്മളെ ഡയലോഗിലേക്ക് ഹൗ ക്യാൻ സമ്മൺ ക്യാൻ ഹേറ്റ് ദി റെയിൻ ബട്ട് ഐ വിൽ ഹേറ്റ് റെയിൻ. എന്താ പറയുക, ഹേറ്റ് റെയിൻ എന്നല്ല, നനയാൻ ഇഷ്ടമല്ല, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനില്ല ഈ സാധനം കണ്ടിട്ട് ഈ ഒരു ഇതുണ്ട്, ഈ ഒരു സാധനം കണ്ടിട്ട് ഇങ്ങോട്ട് നടന്ന എനിക്കൊന്ന് CN ടവറിലേക്കുള്ള ഇതാ മറ്റേ അക്വേറിയം എന്തോ സംതിങ്. ശരിയാ. പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചതാണ്, അത് പെട്ടെന്ന് കട്ടായിപ്പോയി. ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് വീഡിയോ ഇതായിപ്പോയി, പോസായിപ്പോയി. പതുക്കെ ഇതാ മഴ ചാറാനും തുടങ്ങിയിട്ടുണ്ട്, ഞാൻ പെടാനും തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പിള്ളേരെ വെച്ചാൽ നല്ല കിടിലം വൈബിങ് ആണ്. നല്ല തന്നെ വേറെ തന്നെ ഒരു വൈബ് ആയിരിക്കും ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ. ഇങ്ങനെ ഏകദേശം ഒരു ഔട്ട്ഡോർ സെറ്റപ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇതാക്കാൻ, വെള്ളടിക്കാൻ സീന്. പക്ഷെ ഞാൻ വെള്ളടിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. പക്ഷെ ഇതല്ല, ഇതിൻ്റെ അപ്പുറമുണ്ട്. പക്ഷെ അത് എവിടേക്കാന്നുള്ളതാണ് എനിക്കിപ്പോൾ തിരിയാത്തത്, എവിടേക്ക് പോകണം എന്നുള്ളത്. ഞാൻ ഒന്നുകൂടി മര്യാദയ്ക്ക് ഗൂഗിളൊക്കെ ചെയ്തിട്ട് നോക്കട്ടെ. എന്നാൽ മഴയും കൂടി പെയ്ത് മൊത്തത്തിൽ പെട്ടിക്കുകയാണ് ഗുയ്സ്. മൊത്തത്തിൽ ഒരു അവസ്ഥയായിട്ടായിരിക്കുന്നത്. ചാറ്റൽ മഴയല്ല, കുറച്ച് വലിയ മഴ തന്നെ പെയ്ത് ഫുള്ള് തെണ്ടിയിരിക്കുകയാണ്. ഗുണപാഠം ടൊറൻ്റ് ആണെങ്കിലും എന്താ കോഴിക്കോട് ഡൗൺ ആണെങ്കിലും കോടയെടുത്ത് മാത്രം ഇറങ്ങുക ഈ ഒരു മാസങ്ങളിൽ. ഇനിയിപ്പോൾ ഇതപ്പോൾ നിൽക്കുക എന്നൊരു ഐഡിയ ഇല്ല. നല്ല പെടലാണ് പെട്ടത്. ഇതിങ്ങനെ തിരിച്ചൊക്കെ കളിക്കാം. അവിടെ നിനക്കതൊക്കെ എങ്ങനെ സാധിക്കും ചെയ്ത് സമയം പോകേണ്ടി വരും. നോക്കുക, പെട്ടെന്ന് നിന്നാൽ ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. എനിക്ക് തോന്നുന്നത് അധികമൊന്നും നടക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ എത്ര 7:30 സംതിങ് തന്നെ ആയി. ഇവിടെ ഏകദേശം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് മൊത്തത്തിൽ എന്താ പറയുക ആ ഒരു സൺലൈറ്റ് പോവുക. മൊത്തത്തിൽ 8 മണി വരെ ഏറെക്കുറെ നല്ല ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് അവസ്ഥ. ഏറെക്കുറെ 8 മണിയിലേക്ക് അടുക്കുന്നു. നൈറ്റ് ഒരു സീനറി ഫുള്ള് എൻജോയ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇപ്പം നല്ല എൻജോയിങ് ആണ്. ഒരു കടേൻ്റെ മൂലയൊക്കെ ഇരുന്നിട്ട് നോക്കാം ഗൈസ്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നോക്കുക. മഴ കുറയായിരിക്കും, കുറഞ്ഞാൽ നമുക്ക് ബാക്കി സ്പോട്ട് നോക്കാം. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴേക്കും നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ മഴ ഇപ്പോൾ നിന്നിട്ടില്ല. നല്ല കേട്ടിലം പോലത്തെ മഴ എന്നല്ലെങ്കിലും ചെറുതായിട്ട് ഇപ്പം ചാറുന്നുണ്ട്. ഈ ഒരു ചെറിയ ചാറ്റൽ മഴയാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത്. പക്ഷേ പെയ്ത നല്ല അടിപൊളി നല്ല രസമുണ്ടായിരുന്നു. നല്ല അതുപോലത്തെ ഒരു മഴ ഞാൻ നാട്ടിലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അപ്പം കയറുന്നു. ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴയാണെങ്കിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്തൊരു നടത്തമാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക മുന്നോട്ട്. ഫ്രണ്ടിൽ
ഇങ്ങനെ പോയാൽ എവിടെയെങ്കിലും നല്ലൊരു സ്പോട്ടിൽ എത്തുമെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ വെറുതെ ഇങ്ങനെ നടക്കന്നെ. അപ്പുറത്തിങ്ങനെ കുറേ ലൈറ്റൊക്കെ കാണുമ്പോൾ ലൈറ്റ് നോക്കി ഇങ്ങനെ പോകും. നോക്കുമ്പോൾ അവസാനം അടുത്തുമ്പോഴായിരിക്കും അറിയുക ഒരു തേങ്ങയില്ല. അവിടുന്ന് പിന്നെ അടുത്ത സ്പോട്ടിലേക്ക് പോകും. പക്ഷെ കുഴപ്പമില്ല, നമുക്കിത് ജസ്റ്റ് ഡേ 1 ഇതായിട്ടല്ലേ ഉള്ളൂ. ഇനി എന്തൊക്കെ കാണാനുണ്ട് കാണിച്ച് തരാനുണ്ട് എനിക്ക്. അപ്പതാ അത്യാവശ്യം വിശക്കൊന്നുമുണ്ട്. എല്ലാം കൊണ്ടും നല്ല രസമുണ്ട്. അഭിമാനമുണ്ട്. മഴ പെയ്യുമ്പോൾ വേറെ തന്നെ രസമാട്ടോ. പറഞ്ഞ പോലെ ഇത് കാണാൻ മഴ കൊള്ളുമ്പോൾ അതിലും രസമാണ്. എവിടേക്കോ നടക്കുന്നുണ്ട്. നമ്മളിറങ്ങിയ സ്റ്റേഷനൊക്കെ ഇപ്പോൾ എത്രയോ ഏതോ ഒരു കാട്ടിലെത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇനിങ്ങനെ വെറുതെ ഇങ്ങനെ നടന്നിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്നുള്ള. ഐ തിങ്ക് ലെറ്റ്സ് ഗൂഗിൾ സം പാവങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഫുഡ് സ്പോട്ട് ഏതെങ്കിലും ഉണ്ടോ നോട്ടെ. ഇവിടെ എനിക്ക് അറിയില്ല, അങ്ങനെ ചീപ്പ് അത്ര എക്സ്പെൻസീവ് ഒന്നും ആയിരിക്കില്ല ഇവിടുത്തെ കടയിലൊക്കെ. ബട്ട് എന്തിനാ വെറുതെ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പോകാന്നല്ലാണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ എവിടെന്നെങ്കിലും ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചാൽ പോരെ. സോ നമുക്ക് അങ്ങനത്തെ ഏതെങ്കിലും ഒരു സ്പോട്ടൊന്ന് ഗൂഗിൾ ചെയ്യട്ടെ, എന്നിട്ട് വരാം. ഞാനിപ്പോൾ ഒരു വെജിറ്റേറിയൻ ഹോട്ട് ഡോഗ് പറഞ്ഞിട്ടുണ്ട്. വെജ് ഹോട്ട് ഡോഗ് എന്ന് പറഞ്ഞാൽ വെജ് ആയിരിക്കില്ലേ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. നോക്കി നോക്കാം കിട്ടിയാൽ, ബിക്കോസ് ഞാനൊരു വെജനാണ്. അതെനിക്കത്ര ഉറപ്പില്ല സംഭവം ഇതാണെന്നുള്ളത്, വെജാണെന്നുള്ളത് ഹോട്ട് ഡോഗ്. അപ്പം ഞാൻ പതുക്കെ എന്നാൽ പിന്നെ വേണ്ട വെച്ച് വേറെ എവിടെയെങ്കിലും പോയിട്ട് അടിക്കണം, കഴിക്കണം. തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ജസ്റ്റ് ഓൺലി ഫോർ ഓൺലി എന്തൊക്കെ കുടി അടിയെന്ന് മാത്രമേ വായിൽ വരുന്നുള്ളൂ. കഴിക്കണം. യെസ്, ദാറ്റ് ഈസ് ദ തിങ്. നല്ല രസമാണ് ഇവിടുത്തെ ഓരോ ഷോപ്സും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ വെറുതെ നടന്നാൽ മതി, നമുക്ക് പ്രത്യേകിച്ച് സ്പോട്ടൊന്നും തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ അത്യാവശ്യം നല്ല രസമാണ് ഇവിടുത്തെ ഈ ഒരു ആംബിയൻസും അറ്റ്മോസ്ഫിയറൊക്കെ. ഇങ്ങനെ ഓരോ സൈഡിൽ ഓരോ ടൈപ്പ് എന്താ പറയുക, ഇറ്റാലിയൻ ഉണ്ടാവും, മറ്റേ ചൈനീസ് ഉണ്ടാവും, ജാപ്പനീസ് ഉണ്ടാവും, ഇന്ത്യൻ ഉണ്ടാവും. അങ്ങനെ ഓരോ ഇങ്ങനെ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും റെസ്റ്റോറൻറ്റ്സും എല്ലാം അങ്ങനെ ഉണ്ടാവും. നല്ല രസത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടക്കാൻ. പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു സംഭവം. എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ അതാണ് ഒരു കാര്യം. ഇവിടെ എന്തും കിട്ടും ആണ് അവസ്ഥ. ബട്ട് പൊതുവേ ഇങ്ങനെ പുറമേ നിന്ന് വരുന്ന പിള്ളേർ അങ്ങനെ ഈ പണിക്ക് നിൽക്കൊന്നുമില്ല. കാരണം അത്യാവശ്യം എനിക്ക് തോന്നുന്ന എക്സ്പെൻസീവ് ഒക്കെ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല എന്താ അവസ്ഥ ആണുള്ളത്. ഇവിടെ പിള്ളേർക്ക് ഫുഡ് 3 നേരം ഫുഡ് കഴിക്കാനും ഇവിടെ പൈസ എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് അവർക്ക് അറിയും. അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. അധികം ഇവിടുത്തെ ആൾക്കാർ തന്നെ എന്താ പറയുക, ഇതുപോലത്തെ ഇങ്ങനത്തെ ഒരു വീക്കെൻഡ്സിലൊക്കെ വന്നിട്ട് ഇങ്ങനെ വെറുതെ വന്നിട്ടൊന്ന് ചില്ല് ചെയ്യാനുള്ള സ്പോട്ട് എന്ന് തോന്നുന്നു. എന്തായാലും നമുക്കിതാ ഇവിടെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, വേറെ നല്ല ഷോപ്പുണ്ട്, നല്ല കസേരകളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോവാ. ഞാൻ ഈ ക്യാമറയിലേക്ക് വീഡിയോയിലേക്ക് നോക്കുന്നതുകൊണ്ട് ഞാൻ ഈ ചുറ്റുമുള്ള അധികം ഇങ്ങനെ കാണുന്നില്ല. പക്ഷെ ഇപ്പം മഴയൊക്കെ പെയ്ത് ഒന്ന് തണുത്ത് നിൽക്കുന്ന ടൈമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ആൾക്കാരൊക്കെ പിന്നെയും നിരത്തിലേക്ക് ഇറങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ ഏറെക്കുറെ ഇവിടെയൊക്കെ കാലിയാണ്. പിന്നെ ഇതൊന്നല്ല ഇവിടുത്തെ മെയിൻ സ്ഥലങ്ങൾ. ഒരു നൈറ്റ് ലൈഫൊക്കെ ഉള്ള വേറെ ഏരിയാസ് ഉണ്ടാവും. ആ സ്ഥലം ഞാൻ മര്യാദയ്ക്ക് ഗൂഗിൾ ചെയ്ത് പോയിട്ടായിരിക്കാം. ഇതൊക്കെ ജസ്റ്റ് ഡൗൺ ടൗണിൻ്റെ ഓരോ മൂലകൾ അത്രയേ ഉള്ളൂ. നമ്മുടെ മുക്കും മൂലയും ഇങ്ങനെ വെറുതെ നടന്നു കൊടുക്കുന്നു. എന്തായാലും വെറുതെ ഇങ്ങനെ നടക്കാം. നല്ല സുഖമുണ്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇതൊക്കെ കണ്ട്. ഫുഡടി മാറ്റി വെക്കാൻ തോന്നുന്നു. കാരണം ഇതിൻ്റെ ഇടയിൽ ഇനി ഫുഡൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ
എന്താ അവസ്ഥ അറിയില്ല. എന്നാലും നോക്കട്ടെ, ചിലപ്പം എവിടെങ്കിലും ഉണ്ടാവും ഏതെങ്കിലും ഭാഗത്ത്. മര്യാദ കിട്ടണം. വയറ് പണിപാളിയാൽ റെഡിയാവില്ല. കാരണം 1-2 പ്രാവശ്യം എൻ്റെ പണിപാളി ഇവിടെ വന്നിട്ട്. അതുകൊണ്ട് ഇനിയൊരു അംഗത്തിന് ഇതില്ല. നമ്മളെ അയാത്താന്ന് തോന്നുന്നത് ഏതോ അയാത്ത. ശരിക്കും സ്ട്രീറ്റ് കാറിലെങ്ങാനും പോകേണ്ടതേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടി ഒക്കെ നടന്ന് ഇങ്ങനെ എല്ലാം കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ ഓരോരു മനസ്സുഖം. പിന്നെ ഇതാണ് ഇവിടുത്തെ പലരെയും ഒരു മെയിൻ സാധനം. ഇപ്പോൾ പുറമേ നിന്ന് പഠിക്കുന്ന പിള്ളേരൊക്കെ വന്നാലും അല്ലെങ്കിൽ പൊതുവേ അത്യാവശ്യം നമുക്ക് ഐറ്റംസ് കുറച്ച് ചീപ്പായിട്ട് കിട്ടുന്നൊരു സ്ഥലമാണ് ഈ കോഫീസും ചെറിയ പിസ്സ ബർഗേഴ്സൊക്കെ. അങ്ങനെ അത്യാവശ്യം ഒരു ബഡ്ജറ്റബിൾ ഇതായിട്ട് കിട്ടുന്ന സ്ഥലമാണ്. പക്ഷെ എനിക്കിഷ്ടമല്ല. എനിക്കെന്താ പറഞ്ഞാൽ കോഫിയൊന്നും നമ്മളെ അത്ര നാടിൻ്റെ തനിമയുള്ള ആ ഒരു കോഫി കുടിച്ച് വളർന്ന് നമുക്ക് ഇത് അത്ര അങ്ങ് പിടിക്കില്ല. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇതെന്താ സംഭവം? ഇതെന്തോ ഇതുപോലത്തെ ഒരു ഇതാണ്. സംതിങ് ആണ്. വേറെ അങ്ങനെ എന്തോ ഒരു കഫേയാണ്. ഞാൻ ആദ്യം വേറെ എന്തോന്ന് വിചാരിച്ച തിരിച്ചു. അപ്പോൾ ഇതാ ഇവിടുന്ന് നേരത്തെ കണ്ട പോലത്തെ അതുപോലത്തെ അല്ലാണ്ട് കുഞ്ഞി ഇതുമുണ്ട്. ബാർസ് ആൻഡ് പബ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഒരു വൈബല്ല, മൊത്തത്തിൽ ഇതൊരു നീണ്ട ഒരു ബാർ സ്ട്രീറ്റാണ്. എവിടെ നോക്കിയാലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ബാർ കഴിഞ്ഞു. നേർവഴിക്ക് നടക്കുന്ന എന്നെ പിടിച്ചവന്മാർ വളച്ചതിൻ്റെ ഉള്ളിൽ കയറ്റും കയറും. ബട്ട് ഇങ്ങനൊരിക്കലും വഴങ്ങില്ല മക്കളെ. നമുക്ക് കുറച്ച് നല്ല സ്വടത്തമേ ഒന്നുകൂടെ വീഡിയോ ഓണാക്കുക. അല്ലാണ്ട് ഇവിടെ വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ ഓണാക്കിയിട്ട് കാര്യമില്ല ഗൈസ്. അങ്ങനെ ഇത് ഞാൻ ഏതോ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അത് അത്ര മെയിൻ ജംഗ്ഷൻ ഒന്നുമല്ല. ബട്ട് സ്റ്റിൽ ഇവിടുത്തെ എല്ലാ ജംഗ്ഷൻ കാണാൻ രസമുണ്ട്. പിന്നെ എന്താ പറയുക, നമുക്ക് ആ മെയിൻ സ്ഥലമാണ് ശരിക്കും പിടിക്കേണ്ടത്. ബട്ട് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ അടുത്തുമ്പോഴേക്കും എല്ലാം എന്താ അമ്മമാർ പെട്ടിയും പൂട്ടി പോയിണ്ടാവും. സോ ഗൈസ് ഒരു ഹാപ്പനിങ് പ്ലേസിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഇവിടെ ഫുള്ള് വെള്ളടിയോ മറ്റേ സംഭവമൊക്കെയാണ്. ആക്ച്വലി നമുക്കിതല്ല, മറ്റേ സംഭവം നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ഹാപ്പനിങ് ആയിട്ടുള്ള എന്താ പറയുക, കുറച്ചുകൂടി നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോവാം. എന്തായാലും അടുത്ത എപ്പിസോഡിൽ അതായിരിക്കും. വേണമെങ്കിൽ ഇതിപ്പം എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഈ ഒരു വെള്ളടി ബാർ ഈ ഒരു സെറ്റപ്പ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി. ഒരു നൈറ്റ് അതിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഇതൊരു ഈ ഒരു ഏരിയ വെച്ചാൽ അതിൻ്റെ മാത്രം അപ്പോൾ പറഞ്ഞാൽ മതി. മറ്റേത് കുറച്ച് ഈ ടൊറൻറ്റോൻ്റെ ബാക്കിയുള്ള ഭംഗിയൊക്കെ കാണുന്നത് വെച്ചാൽ നമുക്കത് അടുത്ത എപ്പിസോഡിലാക്കാം. സോ ഞാൻ പതുക്കെ എൻ്റെ വീട്ടിലേക്ക് കുതിക്കാൻ നോക്കുന്നു ഗൈസ്. അടുത്ത എപ്പിസോഡിൽ കാണാം. മറക്കാണ്ട് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. കാരണം ഇതിൻ്റെ അടുത്ത തുടർ എപ്പിസോഡുകളൊക്കെ വരുന്നതാണ്. സോ ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് ഗൈസ്. ടാറ്റാ, ബൈ ബൈ. മീ സൈനിങ് ഓഫ്. ടാറ്റാ.